അഭ്യൂഹങ്ങളൊക്കെ അപ്പാടെ തള്ളിക്കളഞ്ഞ റഷ്യ. ഇറാൻ വേഴ്സസ് ഇസ്രായേലി US വാറിൽ റഷ്യയുടെ പങ്ക് എന്താണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇവിടെ റഷ്യ. അതുപോലെ US-ന്റെ വാക്കിന് പുല്ല് വില കൽപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ആദ്യം തന്നെ നമുക്ക് റഷ്യയുടെ കൺഫർമേഷൻ നോക്കാം. റഷ്യ പറഞ്ഞിട്ടുള്ളത് ഈ വാറിൽ ഞങ്ങൾ സഹായിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റു ആളുകൾ പറയുന്നത് പോലെ ആ ഒരു തരത്തിലുള്ള സഹായമല്ല എന്നാണ് റഷ്യ ഇവിടെ കൺഫേം ചെയ്തിട്ടുള്ളത്. റഷ്യ പറഞ്ഞിട്ടുള്ളത് നമ്മൾ സഹായിച്ചിട്ടുള്ളത് വെപ്പൺ പരമായിട്ടും അതുപോലെ മിസൈൽസ്, ആംസ്, മിസൈൽ ടെക്നോളജീസ് ഈ പരമായിട്ടുള്ള സഹായങ്ങളൊക്കെ പരമാവധി ഇറാന് നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് റഷ്യ ഇവിടെ പറയുന്നത്. എന്നാൽ അതേസമയം പലരും പറഞ്ഞു നടക്കുന്നത് പോലെ ഇന്റലിജൻസ് ഭാഗമായിട്ടോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മറ്റു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള സഹായവും റഷ്യ ഇറാന് നൽകിയിട്ടില്ല എന്നാണ് റഷ്യ ഇപ്പോൾ ഇവിടെ കൺഫേം ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു ദി റിപ്പോർട്ട്സ്. അപ്പോൾ റഷ്യ പറഞ്ഞിട്ടുള്ളത് പലരും പറഞ്ഞു നടക്കുന്നത് US-ന്റെ പല ബേസുകളും കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നത് റഷ്യയാണെന്നാണ് ഇറാനിന് വേണ്ടിയിട്ട്. എന്നാൽ റഷ്യ പറയുന്നത് US-ന്റെ ബേസ് ആർക്ക് വേണമെങ്കിലും എളുപ്പത്തിൽ കണ്ടെത്താവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് റഷ്യ ഇവിടെ ഈ കാര്യത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതാണ് റഷ്യ പറഞ്ഞത്. അതായത് റഷ്യയുടെ പങ്ക്, ഈ യുദ്ധത്തിൽ റഷ്യയുടെ പങ്കാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. വെപ്പൺ പരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്റലിജൻസ് പരമായിട്ടോ അല്ലെങ്കിൽ സാറ്റലൈറ്റ് മറ്റു കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള യാതൊരു തരത്തിലുള്ള ഒരു സഹായവും ഇറാന് നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് റഷ്യ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഇന്ന് മോർണിംഗിൽ വൻതോതിൽ ഇറാനിൽ ഇസ്രായേലിന്റെയും US-ന്റെയും എയർ സ്ട്രൈക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും രണ്ട് സിറ്റികളിലാണ്. ഒന്ന് തെഹ്റൈനിലും അതുപോലെ അസ്ഫഹാൻ എന്ന് പറയുന്ന രണ്ട് സിറ്റികളിലാണ് ബോംബിംഗ് നടന്നിട്ടുള്ളത്. നമുക്ക് കണ്ടു നോക്കാം. ഇത് നടന്നിട്ടുള്ളത് ഇന്ന് മോർണിംഗിലാണ്. ഇന്ന് രാവിലെ നടത്തിയിട്ടുള്ള എയർ സ്ട്രൈക്കിന്റെ വിഷ്വൽസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതുപോലെ ഇന്നലെയും ഇന്നുമായി ഇറാനിലെ പല ന്യൂക്ലിയർ ഫെസിലിറ്റീസിലും അതുപോലെ പല ഇൻഡസ്ട്രിയൽ ഏരിയാസിലൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇപ്പോൾ വന്നിട്ടുള്ള മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളത്, അതായത് ഇന്ന് രാവിലെ, അതായത് ശനിയാഴ്ച രാവിലെ പുതിയൊരു അറ്റാക്കും കൂടി വന്നിട്ടുണ്ട്. ആ മിസൈൽ അറ്റാക്ക് വന്നിട്ടുള്ളത് യമനിൽ നിന്നാണെന്ന് പറഞ്ഞത്. ഇസ്രായേൽ പറയുന്നത് ഫസ്റ്റ് ടൈമാണ് ആ ഒരു രാജ്യത്ത് നിന്ന്, അതായത് യമനിൽ നിന്നും ഇങ്ങനെ ഒരു അറ്റാക്ക് വരുന്നത് എന്നാണ് ഇസ്രായേലി പറഞ്ഞത്. എന്നാൽ അതേസമയം യമൻ ഇതുവരെ അങ്ങനെ ഒരു അറ്റാക്കിന്റെ കാര്യം കൺഫേം ചെയ്തിട്ടില്ല. ഇത് ഇസ്രായേലി പറഞ്ഞിട്ടുള്ള കാര്യം മാത്രമാണ്, അതായത് ഇസ്രായേലി സോഴ്സിൽ നിർത്തിയിട്ടുള്ള കാര്യം മാത്രമാണ്. യമൻ ഇത് കൺഫേം ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു അറ്റാക്ക്. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മുടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നെഗോസിയേഷൻ നടത്തുന്നുണ്ട്, അതുപോലെ സീസ് ഫയർ ഉണ്ട്, 5 ദിവസം 10 ദിവസത്തെ സീസ് ഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞു നടക്കുന്ന സമയത്താണ് ഈ യുദ്ധം നടത്തുന്നത് US-ഉം ഇസ്രായേലും കൂടിയാണ്. അങ്ങനെ നടത്തുന്ന ഒരു യുദ്ധത്തിൽ സ്റ്റിൽ ഇപ്പോഴും, അതായത് ട്രംപ് പറയുന്ന നെഗോസിയേഷൻ നടക്കുന്നുണ്ട്, പീസ് ടോക്ക് നടക്കുന്നുണ്ട്, ഏകദേശം ഡീൽ ആയിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന അതേ സമയത്താണ് ഇന്നലെയും ഇന്ന് രാവിലെ അടക്കം അറ്റാക്കിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അടിക്കുന്നില്ല എന്നല്ല, ഇറാനും അടിക്കുന്നുണ്ട്, ഇസ്രായേലും അടിക്കുന്നുണ്ട്. ഇതിൽ തുടങ്ങി വെച്ചത് ആരാണ്? ഇസ്രായേലാണ്. അപ്പോൾ അവരാണ് ആദ്യം നിർത്തേണ്ടത്. ഇതങ്ങനെയല്ല, ഇത് ഇറാൻ നിർത്തട്ടെ എന്നും പറഞ്ഞിട്ടാണ് നിന്നുകൊണ്ടിരിക്കുന്നത്. അത് എവിടുത്തെ ന്യായമാണ്? കാരണം തുടങ്ങിയത് അവർ, അപ്പൊ നിർത്തേണ്ടതും അവരാണ്. അല്ലാതെ ഇറാൻ നിർത്തിയാലേ ഞങ്ങൾ നിർത്തും, അതുവരെ ഞങ്ങൾ അടിക്കുമെന്ന് പറയുന്നത് അവിടെ ന്യായമുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ ഒരു ന്യായവും അവിടെ ഇല്ല. ആദ്യം ഇസ്രായേൽ നിർത്തണം.
ഇറാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ തീരുമാനിക്കും എപ്പോൾ നിർത്തണമെന്നാണ്. അതായത് തുടങ്ങിയത് നിങ്ങളാണ്, ഓക്കെ, അതായത് US-ഉം ഇസ്രായേലും കൂടിയാണ് തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിക്കും എന്നാണ് ഇറാന്റെ വാദം. അതുപോലെ ട്രംപ് പറയുന്ന മറ്റൊരു കാര്യം കേട്ടാലോ? We're gathered at a moment of bold action and historic decision to make America and our allies safer and stronger, more prosperous, more successful than ever before. That's what's happening. Tonight, we're closer than ever to the rise of the Middle East that is finally free at last from Iranian terror, aggression, and nuclear blackmail. That's what's happened. It was nuclear blackmail for years and years. ഇവിടെ ട്രംപ് പറയുന്നത് വർഷങ്ങളായിട്ടുള്ള ന്യൂക്ലിയർ ബ്ലാക്ക്മെയിൽ അവസാനിക്കാൻ പോകുന്നു. ഇറാൻ എന്ന് പറയുന്ന ടെറർ അവസാനിക്കാൻ പോകുന്നു. അതായത് മിഡിൽ ഈസ്റ്റിൽ നിന്നും അതായത് ഇറാന്റെ ടെറർ റെജീമിൽ നിന്നും മിഡിൽ ഈസ്റ്റിനെ ഫ്രീ ആക്കാൻ പോകുന്നു. ഇവിടെ വേറൊരു കാര്യം പറഞ്ഞത് US-ഉം അതിന്റെ ആലീസും ഒക്കെ ആയിട്ട് അവർക്കൊരു സ്ട്രോങ് സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിലേക്ക് ക്ലോസർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അടുത്തടുത്ത് വരികയാണെന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞത് പ്രോസ്പെറസ് ആൻഡ് സക്സസ്ഫുൾ എന്നാണ് പറഞ്ഞത്. എന്ത് പ്രോസ്പെറസ് എന്നാണ് പറയുന്നത്? കാരണം നമ്മൾ ഇതിനു മുമ്പ് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അഫ്ഗാനിസ്ഥാനിൽ പീസ് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങൾ അവിടെ പോയി, ഒരുപാട് സോൾജേഴ്സ് മരണപ്പെട്ടു. അതുപോലെ ഒരുപാട് പണം, ബില്യൺസ് ആൻഡ് ബില്യൺസ് ഡോളർ അവിടെ ചെലവിട്ടു. അവസാനം ഞങ്ങൾ ഈ കളിക്കില്ല എന്നും പറഞ്ഞ് അവിടുന്ന് പിന്മാറി അവിടെ താലിബാൻ ഗവൺമെന്റ് ഫോം ചെയ്തു. അഫ്ഗാനിൽ അറിയാമായിരിക്കുമല്ലോ. അതുപോലുള്ള അവസ്ഥയായിരിക്കും ഇവിടെയും വരിക. കാരണം ഇവരൊരിടത്ത് പോയി ഒരു പ്രശ്നമുണ്ടാക്കി, അല്ലെങ്കിൽ അവർ തന്നെ പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് അവിടെ ഇടപെടും. അവസാനം എന്താണ്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോവുകയും ചെയ്യും. എന്നിട്ടാണ് ഈ സക്സസും പ്രോസ്പെരിറ്റിന്റെ കാര്യമൊക്കെ പറയുന്നത്. കാരണം വർഷങ്ങളോളം അഫ്ഗാനിൽ യുദ്ധം നടത്തി അവസാനം അവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. ഒന്നും ചെയ്യാൻ US-ന് സാധിച്ചില്ല. വയ്യ US സ്വമേധയാ പിന്മാറുകയാണ് അവിടുന്ന് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആവശ്യവുമില്ലാതെ, ഒരു കാരണവുമില്ലാതെ. കാരണം ഒരുപാട് വർഷങ്ങളായി ഈ നെതന്യാഹു പറയുന്നുണ്ട്, 1990 മുതൽ പറയാൻ തുടങ്ങിയതാണ്, ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 6 മാസത്തിനുള്ളിൽ ന്യൂക്ലിയർ വെപ്പൺ ക്രിയേറ്റ് ആവും. ഇറാൻ. അത് എല്ലാവർക്കും, ലോകത്തെ എല്ലാവർക്കും ത്രെറ്റ് ആണെന്നും പറഞ്ഞിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് 1990 പറഞ്ഞു, 95 പറഞ്ഞു, 2000 പറഞ്ഞു, 2005, 2009, അങ്ങനെ വർഷങ്ങളോളം പറഞ്ഞു നടന്നു. അതായത് ഇപ്പോൾ നടക്കും, ഒരു വർഷത്തിനുള്ളിൽ, 2 മാസത്തിനുള്ളിൽ ഇതൊക്കെ നടക്കുമെന്നും പറഞ്ഞിട്ട് നടന്ന് അങ്ങനെ 2026 അപ്പോൾ ഒരു ചാൻസ് കിട്ടിയപ്പോൾ US-ഉം ഇസ്രായേലും കൂടി അങ്ങോട്ട് ഹിറ്റ് ചെയ്തു. പക്ഷെ അടിച്ചപ്പോൾ അവർ കരുതിയില്ല ഇത് ഇത്ര കാലം നീണ്ടു നിൽക്കുമെന്നും ഇവർ തിരിച്ച് ഫൈറ്റ് ചെയ്യുമെന്നും. മറ്റുള്ളവരെ പോലെ അടി കൊണ്ടു കഴിഞ്ഞാൽ ഓക്കെ, കൊണ്ടതും വാങ്ങിച്ച് അനങ്ങാതിരിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ അവിടെയാണ് അവരുടെ പ്ലാൻ മാറിയിട്ടുള്ളത്. അവരുടെ പദ്ധതി മൊത്തം തകർന്നു. ആ പദ്ധതി തകർന്നതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളോടും പോയി കെഞ്ചുന്നത്, സഹായിക്കുമോ എന്ന് ചോദിച്ചിട്ട്. എന്നാൽ ഒരു രാജ്യം പോലും സഹായിക്കാൻ തയ്യാറാകുന്നുമില്ല. പല സ്ട്രാറ്റജികളും ഉപയോഗിച്ചു നോക്കി ഇവരുടെയൊക്കെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടി. എന്തിന്? ഇപ്പോൾ ട്രംപ് നാറ്റോനെ കുറ്റം പറയുകയാണ്. അതായത് ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ സഹായിക്കാത്തതിന്റെ പേരിൽ നാറ്റോനെ കുറ്റം പറയുകയാണ്. കാരണം നാറ്റോ പോലും ഇവരെ സഹായിച്ചില്ല എന്നുള്ളതാണ് സത്യം.